ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കസ്റ്റാർഡ് മിക്സാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ ഓവറായിട്ട് ചൂടായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇളം ചൂടിലാണ് ഞാനിവിടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഈ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പാൽ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകും. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വേറൊരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സാബൂനരി അല്ലെങ്കിൽ ചവ്വരി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ സൈസിലുള്ള സാബൂനരിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് നല്ലൊരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒട്ടൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാബൂനരി ഫുള്ളായിട്ടും അരിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിലൂടെ തന്നെ ഞാൻ നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ മുത്തുമണികളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാതും നന്നായിട്ട് തന്നെ കുക്കായിട്ട് എല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡും പാലും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ചൂടാറി വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം മധുരം വേണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നല്ല പഴുത്തിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കളറോട് കൂടിയിട്ടുള്ള മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിനും നല്ല ഒരു കളറ് കിട്ടും. പിന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ മാങ്ങയുടെ പീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇടയിൽ കടിക്കാനൊക്കെ ഉണ്ടാവും. അടുത്തതായിട്ട് ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കസ്കസ് കുതിർത്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സാബൂനരിയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഈ അരിപ്പയിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ അതിൽ ചെറുതായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 1/2 കപ്പ് മാങ്ങയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കട്ടയില്ലാതെ മിക്സാക്കി എടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും പിസ്തയും കൂടെ കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു തിക്കായ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്ന ഒരു സമയത്താണ് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയും നമ്മുടെ സാബൂനരിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ.
ശരിക്കും നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ നല്ല കട്ടിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും തിക്കായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക.